വെൽക്കം ടു യമ്മി ഗ്രിൽസ്. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആട്ടോ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ലോങ് വീഡിയോ ചെയ്യാൻ പോവാ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോയെന്ന്. അപ്പോൾ എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നു. കിച്ചൺ ടൂർ, ഹോം ടൂർ, അതുപോലെ ഡേ ഇൻ മൈ ലൈഫ്, അങ്ങനെ കുറേ സജഷൻ കിട്ടി കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ എൻ്റെ ക്രോക്കറി കളക്ഷൻ. അപ്പോൾ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള പാത്രങ്ങൾ ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കാം. ഞാനിങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന അത് പ്ലേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടുമ്പോൾ എനിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഈ പ്ലേറ്റ് എവിടുന്നാണ് വാങ്ങിയത്, ഇത് എവിടുന്ന ലിങ്ക് അയക്കുമോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നെതർലാൻഡ്സിലേക്ക് മൂവ് ചെയ്തിട്ട് 3 ഇയേഴ്സ് ആയതേ ഉള്ളൂ. അപ്പോൾ ഈ 3 ഇയേഴ്സിൽ ഞാൻ ഇവിടുന്ന് കളക്ട് ചെയ്ത കുറച്ച് പാത്രങ്ങളൊക്കെ ആട്ടോ ഇത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇതാണ് എൻ്റെ കിച്ചൺ. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഡിന്നർ സെറ്റ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ എൻ്റെ ഡിന്നർ സെറ്റ്. ഇത് മെയിനായിട്ട് ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ചെയ്യുമ്പോഴൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡെയിലി യൂസിന് നോർമൽ ലൈറ്റ് വെയ്റ്റിൻ്റെ വൈറ്റ് കളറിലുള്ള പ്ലേറ്റ്സും ബോൾസൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതൊരു സേജ് ഗ്രീൻ, ഒരു നല്ലൊരു ഷെയ്ഡാട്ടോ, ഗ്രേഷ് ഗ്രീൻ. ഇത് സെനോസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഈ നമ്മൾ മറ്റേ റീൽസ് എടുക്കുമ്പോൾ പോർട്രേറ്റ് മോഡൽ എടുത്തിട്ട് ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് എടുക്കുമ്പോൾ എന്തോ ബുദ്ധിമുട്ട്, കറക്റ്റ് ക്യാമറയിലേക്ക് നോക്കാൻ പറ്റില്ല. ഈ വീഡിയോയിൽ എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്തോട്ടോ. കാരണം ഫസ്റ്റ് വീഡിയോ ആണേ, ശീലമില്ല, എടുത്ത് ശീലമില്ല. വീഡിയോസിലൊക്കെ വന്നിട്ടേ ശീലമുള്ളൂ, ഇങ്ങനെ തന്നെ വീഡിയോ എടുത്തിട്ട് ശീലമില്ല. ഇനിതേ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ബ്ലൂ പോർട്രേറ്റ്, ബ്ലൂ അങ്ങനെയല്ലേ പറയാ, ഡെൽഫ് ബ്ലൂ അല്ലെങ്കിൽ ഇൻഡിഗോ ബ്ലൂ പോട്രി, അങ്ങനെ ആ കുറച്ച് കളക്ഷൻ ആട്ടോ. ഇത് എനിക്ക് പണ്ട് തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമല്ലേ കാണാൻ. ഇനി എൻ്റെ മെയിനായിട്ട് ഈ പ്രാവശ്യം ഞാൻ ക്രിസ്മസിന് വാങ്ങിയതാട്ടോ, കുറച്ച് ക്രിസ്മസ് കളക്ഷൻ. നല്ലൊരു പ്ലേറ്റാണ്. അതുപോലെ ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആട്ടോ. ഞാൻ ക്രിസ്മസിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഇത് ഒന്ന് സെറ്റാക്കാൻ, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഞാൻ പൊട്ടിച്ചിട്ട് പോലുമില്ല, നല്ല സ്റ്റാർട്ടേഴ്സ് അല്ലേ, നട്ട്സൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു പ്ലേറ്റാണ്. പിന്നെ ഇത് ഞാൻ എൻ്റെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ജിഞ്ചർ ബ്രെഡ് കുക്കീസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള മഗ്സ്. ഇത്രയാട്ടോ എൻ്റെ ക്രിസ്മസ് കളക്ഷൻ. ഞാൻ ജസ്റ്റ് ഈ പ്രാവശ്യം മേടിച്ച് തുടങ്ങിയുള്ളൂ. നെക്സ്റ്റ് ടൈം ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുള്ള ഉണ്ടാവും. ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നിങ്ങൾ ഇപ്പം എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊരു കുക്കി ജാറാട്ടോ. ഇപ്പം കുക്കീസൊക്കെ കഴിഞ്ഞു, പക്ഷെ ഒരു കുക്കി ജാറാണ്. അപ്പം ഇതാണ് എൻ്റെ ക്രിസ്മസ് കളക്ഷൻ. ഇതെൻ്റെ ഫേവറേറ്റ് ടീപോട്ടാട്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ. ഇത് ടീപോട്ട് പിന്നെ മഗ് രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ ഒരു സെറ്റാട്ടോ. ഇതെൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്. ഇതിന് തന്നെ 2 ചെറിയ കപ്സ് ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ 2 ഫേവറേറ്റ് ആയിട്ടുള്ള ടീപോട്ടാട്ടോ ഇത്. നല്ല രസമില്ലേ കാണാൻ. പിന്നെ ഇതുണ്ട്. ഇത് ആക്ച്വലി ഇത് ഗ്യാസിൽ വെക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ ഇൻഡക്ഷൻ ആയതുകൊണ്ട് ഇത് വർക്ക് ചെയ്യില്ല. അപ്പം ഞാൻ ജസ്റ്റ് സെർവ് ചെയ്യാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. ബ്ലൂ പോട്ടറിക്ക് മാച്ചായിട്ട് ഒരു കേക്ക് സ്റ്റാൻഡും എനിക്കുണ്ട് കേട്ടോ. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എവിടുന്നാ, ഷീനിന്ന് വാങ്ങിയതാട്ടോ. എൻ്റെ ഡ്രസ്സിന് ഭയങ്കര മാച്ചല്ലേ. ഇതും അടിപൊളി ഒരു പ്ലേറ്ററാട്ടോ. നമ്മുടെ നട്ട്സും അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ സെർവ് ചെയ്യാൻ പറ്റണേ അടിപൊളി. ടീ പാർട്ടിക്കൊക്കെ കുറച്ച് സ്നാക്സ് ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ഈ വീഡിയോൻ്റെ ഔട്ട് എന്താണെന്ന് എനിക്ക് ഒരു പിടിയില്ല, എന്നാലും നമുക്ക് പറ്റണ പോലെയൊക്കെ എടുക്കാം. ഇനി നെക്സ്റ്റ് കുറച്ച് വീഡിയോ എടുത്ത് വരുമ്പോൾ ശരിയാവുമായിരിക്കും. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു ഐറ്റാണിത്. ഇത് എൻ്റെ ഷുഗർ കോഫി
സോൾട്ട് ജാർസ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്, amazon.nl നിന്ന് വാങ്ങിച്ചതാണ്. നല്ലതാണ്. ക്വാളിറ്റി ഒക്കെ 1 year ആയിട്ട് ഒരു പ്രശ്നമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ. നല്ലതാ. പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ ചോദിച്ചതാണ് എൻ്റെ സ്പൈസ് ജാറിൻ്റെ കാര്യം. ഇത് ഞാൻ വാങ്ങിയത് ഇവിടെ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചാട്ടോ. ആക്ഷൻ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഒട്ടും അങ്ങനെ അധികം എക്സ്പെൻസീവ് ഒന്നുമല്ല. ഞാൻ ഇതുപോലെ നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി തപ്പി വന്നപ്പോൾ നമുക്കൊരു കുറച്ച് വുഡൻ തീമായതുകൊണ്ട് എനിക്ക് വുഡൻ വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഭയങ്കര കോമൺ ആയിരിക്കുന്നു. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ പോലെ അപ്പം തന്നെ ഇഷ്ടപ്പെട്ടു, മേടിച്ചു. നല്ല ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. പിന്നെ ഇനി എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം കേട്ടോ, ഈ ഗ്ലാസ് ജാർ. ഇതെൻ്റെ പണ്ട് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളതൊക്കെ അറിയാം. ഞാൻ പണ്ടത്തെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ അന്നിത് നമ്മുടെ കല്ലുപ്പും സാധാ ഉപ്പും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ജാറാ. പക്ഷെ ഇതെനിക്ക് കളയാൻ തോന്നിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് കളയാൻ തോന്നാത്തതുകൊണ്ട് ഞാനിത് സ്നാക്ക് ജാറാക്കി. ഞാൻ ഇതിൽ എപ്പോഴും എന്തെങ്കിലും സ്നാക്ക്. ഇത് അത്യാവശ്യം എയർ ടൈറ്റ് ആട്ടോ. നോക്ക്, എപ്പോഴും ക്രിസ്പിയാണ്. അത്യാവശ്യം എയർ ടൈറ്റ് ആണ്. ഇതും പിന്നെ ഇതും ഭയങ്കര അടിപൊളി. ഇതിൽ കുക്കീസൊക്കെ സ്റ്റോർ ചെയ്യും. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ കാണിക്കാനുണ്ട്. ഞാൻ മറ്റേ നാഗവല്ലി ആവുക. എനിക്ക് ഭയങ്കര നമ്മുടെ എന്താ പറയുക, ഇപ്പം ആക്സസറീസ്, ഡ്രസ്, അതിനേക്കാളും ഒക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഈ മേഖലയോടാണ്. നമ്മുടെ ഇങ്ങനത്തെ സെർവിങ് സാധനങ്ങൾ, പ്ലേറ്റ്സ്, അങ്ങനത്തേനോടൊക്കെ കേട്ടോ ഭയങ്കര താല്പര്യം. അപ്പോൾ കാണുമ്പോൾ ഇപ്പോൾ ഡ്രസ്സിനേക്കാളൊക്കെ കൂടുതൽ ഇങ്ങനത്തത് ഷോപ്പ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പ്രത്യേകിച്ച് ഇപ്പോൾ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയി. പിന്നെ അതേ ഓയിൽ, വിനെഗറൊക്കെ ഇതുപോലെ അതും ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ്, അങ്ങനെ സ്റ്റോർ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഹോളി വാട്ടർ കേട്ടോ, ഓയിലല്ല. അതിൻ്റെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലത്തെ ഇതില്ല വിനെഗർ, ഓയിൽ. പിന്നെ അതെ ഇതേപോലത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ഐറ്റംസ് കൊണ്ടുവരുന്നത്. എനിക്ക് സ്റ്റീലിൻ്റെ കുറച്ച് കളക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ നോർമൽ സ്റ്റീൽ പുട്ട് കുടം, സ്റ്റീമർ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് അല്ലാണ്ട് ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ 2 സ്റ്റീൽ പ്ലേറ്റ്. ഇത് മെയിനായിട്ട് നമ്മൾ നാടൻ ലഞ്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ, ചോറും കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭംഗിയായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പേർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സ്റ്റീവിന് അങ്ങനെ 2 ചെറുതും വലുതും മേടിച്ചിട്ടുണ്ട്. പക്ഷെ യൂസ് ചെയ്യലൊക്കെ കുറവാണ്. മെയിനായിട്ട് നല്ല രസമായിട്ട് വെച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് മേടിച്ചത്. പിന്നെ ഒരു കുഞ്ഞു ഉരുളിയുണ്ട്. ഇത് ഞാൻ ഓണത്തിനും വിഷുവിനും ഒക്കെ പായസം സെർവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. ഞാനിങ്ങനെ ഇഷ്ടപ്പെട്ട് നോക്കി മേടിച്ച ഒരു ഐറ്റമാണ് ഇത് നമ്മുടെ ഗാർലിക്, ഓണിയൻ, പൊട്ടറ്റോ ഒക്കെ ഇടാനുള്ള. ഇത് എല്ലായിടത്തും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. നാട്ടിലൊക്കെ അവൈലബിൾ ആണല്ലോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാ. നല്ല യൂസ്ഫുള്ളാണ്, നീറ്റായിട്ട് ഇരുന്നോളും. ഇനി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ ഞാൻ കാണിക്കാം കേട്ടോ. ഇത് ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് കുറച്ച് ത്രിഫ്റ്റ് ചെയ്തതുണ്ട്. പിന്നെ പ്രൈമാർക്ക് ഹോം, സെനോസ്, ആക്ഷൻ, അങ്ങനെ പല സ്ഥലത്തായിട്ട് റാൻഡമായിട്ട് പല ടൈമിൽ ഒരു പീസ് വെച്ചോ അങ്ങനെയൊക്കെ ആയിട്ട് മേടിച്ചതാട്ടോ. എൻ്റെ പണ്ടത്തെ വീഡിയോസ് തൊട്ട് ഇവിടെ വന്നപ്പോൾ തൊട്ടുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഇപ്പോഴും അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഭയങ്കര ഫേവറേറ്റ് പാത്രങ്ങളാട്ടോ. ഇതൊക്കെ പഴയതാട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അച്ചാറൊക്കെ ഇതിൽ സെർവ് ചെയ്യാറുണ്ട്. സാലഡ്, ഇതിലൊക്കെ സാലഡ് സെർവ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് പ്രൈമാർക്കിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല രസമില്ലേ? ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ നമ്മൾ ടേബിൾ സെറ്റിങ്ങിൽ എന്തെങ്കിലും
സ്പ്രെഡൊക്കെ ഇപ്പം മയോ കെച്ചപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ്. ഇതെൻ്റെ സ്റ്റോറി കഴിഞ്ഞ ദിവസം സ്റ്റോറി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊരു റീസെൻറ്റ് പർച്ചേസ് ആയിരുന്നു. ഇതെങ്ങനെ ചെയ്യണ്ടേ, ഇതെങ്ങനെയാ, ഇതിലെന്താ സെർവ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇതെൻ്റെ കേക്ക് സ്റ്റാൻഡ് ആട്ടോ. കേക്ക് അല്ലെങ്കിൽ എന്തായിട്ടും എന്ത് വേണമെങ്കിലും ഇതിൽ വെക്കാം. ഞാൻ ചില സമയത്ത് ഈ ഷോർട്ട് ഗ്ലാസ്സിൽ എന്തെങ്കിലും സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഡെസേർട്ടൊക്കെ സെർവ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് ഇത് കേക്ക് സ്റ്റാൻഡാണ്. പിന്നെ ഇതൊക്കെ ഇതിൽ ഞാൻ പൊറോട്ട അപ്പമൊക്കെ പലതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എപ്പോഴും സ്ഥിരം പൊറോട്ട, അപ്പം, പപ്പടമൊക്കെ സെർവ് ചെയ്യുന്നതാണ്. ഇതിലും ഈ പറഞ്ഞ പോലെ പപ്പടം, കട്ട്ലറ്റ് അതൊക്കെ സെർവ് ചെയ്യും. അങ്ങനെയുള്ളത് ഇതൊക്കെ ഞാൻ ത്രിഫ്റ്റ് ചെയ്താണേ. ഇതും മെയിനായിട്ട് സ്റ്റാർട്ടർ സെർവ് ചെയ്യാൻ ഉപയോഗിക്കണം. ഇതൊരു ലോങ് ആയിട്ടുള്ള ഒരു പ്ലാങ്ക്. ഇത് ഞാൻ സ്റ്റാർട്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഗ്രില്ലില്ലേ, ഒരു ഗ്രിൽ പ്ലാറ്ററൊക്കെ സെർവ് ചെയ്യാൻ പെർഫെക്റ്റാണ്. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്ക് ഇനി ഒരു ദിവസം അത് ചെയ്യാം കേട്ടോ. ഗ്രിൽ പല ടൈപ്പിലുള്ള ഗ്രിൽ ചെയ്യാൻ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിരിക്കും. ഇത് ചെറിയൊരു ട്രേയാണ്, സെർവിങ് ട്രേ. എനിക്ക് തന്നെ ഉണ്ടല്ലോ എൻ്റെ വീഡിയോ കണ്ടിട്ട് തോന്നണേ എന്തോ ഒരു ആർട്ടിഫിഷ്യൽ ഇത് അവിടെ ഇവിടെയൊക്കെ തോന്നുന്നുണ്ട്. സാധാരണ വീഡിയോയിൽ വന്നിട്ടല്ലേ ശീലം, ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ശീലമില്ലല്ലോ, അതിൻ്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ഒരു 10-20 വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം സെറ്റ് ആവുമായിരിക്കും അല്ലേ. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഫേവറേറ്റ് ക്രോക്കറി കളക്ഷൻ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഡെയിലി യൂസ് ചെയ്യണ പാത്രങ്ങൾ, നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യണ പാൻ, ഇതൊക്കെ വേറെ ഉണ്ട്. അത് മേ ബി നമ്മൾ ഇനി ഒരു കിച്ചൺ ടൂറൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബൈ.